ഈശോയിൽ സ്നേഹമുള്ളവരെ, ലാറ്റിൻ ആരാധനക്രമമനുസരിച്ച് നമ്മളിന്ന് വിഭൂതി തിരുനാളോടുകൂടി നമ്മുടെ വലിയ നൊയമ്പ് കാലം നമ്മൾ ആരംഭിക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ആരംഭിക്കാം. ഇത് ഒരു അനുഗ്രഹീത കാലഘട്ടമാണ്. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ചാരം പൂശലും 40 ദിവസത്തെ ഉപവാസമൊക്കെ ബൈബിൾ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ്. യൂദിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണ് തലയിൽ ചാരം പൂശി ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത ജെറൂസലേം ദേവാലയത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിന് സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ജെറമ്യ പ്രവാചന പുസ്തകം 6-26 വാക്യത്തിൽ, എൻ്റെ ജനത്തിൻ്റെ പുത്രി, നീ ചാക്കൊടുത്ത് ചാരത്തിൽ ഉരുളുക, ഏകജാതനെ കുറിച്ചെന്ന പോലെ ഉള്ളുരുകി കരയുക. അതുപോലെ യോന പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്ന് അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത ചാരത്തിലിരുന്നു. അപ്പം അതിനെ തുടർന്ന് അവർക്ക് വരുത്താനിരുന്ന ശിക്ഷയൊക്കെ പിൻവലിക്കുന്ന കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നമുക്കറിയാം, 40 ദിവസം എന്നുള്ളത് ബൈബിൾ അടിസ്ഥാനമുള്ളതാണ്. 40 രാവും പകലും മഴ പെയ്തു. അങ്ങനെയാണല്ലോ വെള്ളപ്പൊക്കം, നോഹയുടെ പെട്ടകം, നമുക്കതറിയാവുന്ന കാര്യമാണ്. സീനായ് മലയിൽ ആ 10 കൽപ്പനകൾ നൽകപ്പെടുന്നതിന് മുൻപ് മോശ 40 രാവും പകലും ഉപവസിച്ചു. ഇനി ഏലിയ പ്രവാചകൻ ഹോറേബ് മലയിലെ ആ ദൈവാനുഭവം, അത് 40 ദിനരാത്രങ്ങൾ ഉപവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ഈശോ 40 രാവും പകലും, ഈശോയുടെ ഉപവാസം. ഇനി ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ 40-ാം ദിവസമാണ് സ്വർഗാരോഹണം, ഉത്ഥാനത്തിൻ്റെ 40-ാം ദിവസം. അപ്പോൾ ഈ 40 എന്നുള്ളത് ബൈബിൾ അടിസ്ഥാനമുള്ള കാര്യമാണ്. നമുക്ക് നൽകപ്പെടുന്ന സമയമാണ്. നിനവേക്കാരോട് യോന പ്രവാചകൻ പ്രസംഗിച്ചു, 40 ദിവസം, 40 ദിവസങ്ങൾക്കുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടും. ഇത് കേട്ടിട്ട് അവർക്ക് ഭയമുണ്ടായി. നമുക്ക് നൽകപ്പെടുന്ന സമയമാണ്. ഈ നോയമ്പ് കാലം നൽകിയിട്ടില്ല എങ്കിൽ നമ്മൾ കുമ്പസാരിക്കുമോ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങുമോ? ഇത് നമ്മളൊന്ന് വിചിന്തനം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് പേടിച്ചിട്ടാണോ നമ്മളിത് ചെയ്യുന്നത്? നമുക്ക് എന്തിനോ ഒന്ന് ഭയം, ദൈവം ശിക്ഷിക്കുമോ? അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സ്നേഹത്തോടെ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. സ്നേഹത്തോടെ ചെയ്യുക. ഇത് കർത്താവിൻ്റെ കുരിശുമരണത്തിന് ഒരുക്കമായിട്ടുള്ള, ഈസ്റ്ററിന് ഒരുക്കമായിട്ടുള്ള ഈ കാലയളവിൽ ഇത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അനുഗ്രഹിക്കുന്നൊരു കാലഘട്ടമാണ്. നിർബന്ധിച്ചായാലും അല്ലേലും മനസ്സോടെ ചെയ്താലും ഇത് അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ കുറച്ചുകൂടി നല്ല ഇഷ്ടത്തോടെ ചെയ്താൽ, ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ കുറച്ചുകൂടി ഇഷ്ടത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇത് അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ ആ പന്നിക്കൂട്ടിൽ ധൂർത്തപുത്രൻ്റെ ഒരു തീരുമാനമുണ്ട്. അവൻ ആരും നിർബന്ധിച്ചാൽ അവൻ്റെ സാഹചര്യം അവനെ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ചിലപ്പോൾ നമ്മുടെ ഈ സാഹചര്യം നമ്മളെ ഇനി കർത്താവിനെ വിളിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇത് നിർബന്ധത്താൽ ചെയ്യേണ്ടതല്ല. ധൂർത്തപുത്രൻ തന്നെ ഒരു തീരുമാനമെടുത്ത്, ഇനി ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോവും. എന്നിട്ട് ആ തീരുമാനം പൂർത്തിയാക്കി. അതുകൊണ്ട് അവൻ അനുഗ്രഹം ഉണ്ടായി. നിനവേക്കാരോട് 40 ദിവസത്തിനുള്ളിൽ നിനവെ നശിപ്പിക്കപ്പെടുമെന്ന് കേട്ടപ്പോൾ അവർക്ക് ഭയമുണ്ടായി. അതുകൊണ്ട് അവരത് ചെയ്തു. നമുക്കിന്ന് ഈ കാലയളവിൽ, ഈ 2025 ഈസ്റ്ററിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ, കർത്താവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കിത് സന്തോഷത്തോടെ ചെയ്യാം. ധൂർത്തപുത്രൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അവന് കുറേ അനുഗ്രഹം ചോദിക്കാൻ വേണ്ടി ചെയ്തതല്ല ആ തീരുമാനം. എനിക്ക് കർത്താവുമായിട്ടൊന്ന് ചേർന്ന് നിൽക്കണം,
ഉപവസിക്കണം, കർത്താവുമായിട്ടൊന്ന് ചേർന്ന് നിൽക്കണം എന്നുള്ളൊരു തീരുമാനം. അകന്നു പോയപ്പോൾ അകന്നു പോയതിൻ്റെ ആ വേദന അവന് മനസ്സിലായി, അതിൻ്റെ നഷ്ടം അവന് മനസ്സിലായി. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലതെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ സ്വമനസാലെടുത്ത തീരുമാനമാണ്. നമ്മൾ ഇന്ന് ഉപവസിക്കുമ്പോൾ, ഈ 40 ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് പല കാര്യങ്ങളും കർത്താവിനോട് ചോദിക്കാം. കർത്താവ്, എനിക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് തരണമേ. അത് നമുക്ക് ഈ തിരുനാൾ തരുന്ന ഒരു അനുഗ്രഹമാണ്. നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഈസ്റ്ററിലേക്ക് ഓടി ചാടി കയറി ചെല്ലാതെ പ്രാർത്ഥിച്ച് 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 ഒരുങ്ങി 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 അങ്ങ് ചെല്ലുക. അപ്പോൾ ദൈവം നമ്മൾ അനുഗ്രഹിക്കും. ഉദ്ധാനം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഉദ്ധാന തിരുനാളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ ധൂർത്തപുത്രൻ ഒന്നും ചോദിച്ചില്ല. എനിക്ക് വസ്ത്രം വേണപ്പ, എനിക്ക് പട്ടിണിയാണപ്പ, എനിക്ക് ചെരുപ്പൊന്നുമില്ലപ്പ, സമാധാനമില്ലപ്പ, അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയിട്ട് കുറേ നാളായപ്പ, എനിക്ക് അപ്പൻ്റെ സ്നേഹം വേണം, ഇതൊന്നും ചോദിച്ചില്ല. പക്ഷെ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കിട്ടി. നമുക്ക് ഈ തപസ്സുകാലം വളരെയധികം പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ, ഈ ഒരു ഈസ്റ്റർ മതി, ഒരൊറ്റ ഈസ്റ്റർ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കുടുംബത്തിൽ കുഞ്ഞുണ്ടാകും, നിങ്ങളുടെ കടബാധ്യതകൾ മാറും, ജോലി ലഭിക്കും, വിവാഹങ്ങൾ നടക്കും, വീട് പണി പൂർത്തിയാകും, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടും, രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, മദ്യപാനം മാറും, മക്കളുടെ ദുർനടപ്പുകൾ മാറും. ഇത് നല്ലൊരു കാലഘട്ടമാക്കി ദൈവം മാറ്റും. ധൂർത്തപുത്രൻ ചെയ്തതുപോലെ ആർക്കോ വേണ്ടി അങ്ങനെ ചെയ്യാതെ നമുക്ക് വേണ്ടി സ്നേഹത്തോടെ കുറച്ചുകൂടി സ്നേഹം ചേർത്ത് ഈ തപസ്സുകാലം നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി മാറും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇത് നിർബന്ധിക്കപ്പെട്ടിട്ടാണെങ്കിലും 40 നോയമ്പ് കുറച്ചൊക്കെ നിർബന്ധമാണല്ലോ. സഭയുടെ ആ ഒരു കാലഘട്ടം നമുക്ക് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ ചെയ്യിപ്പിക്കുന്നതാണെങ്കിലും നമുക്കത് ചെയ്യാം. നമുക്ക് നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കാം. എന്തെങ്കിലും കൊടുത്തിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്. ഒന്നും കൊടുക്കാതെ ചോദിക്കുന്നത് എന്തൊരു മര്യാദകേടാ, ഇല്ലേ? കുറച്ച് സ്നേഹം കൊടുക്ക് കർത്താവിന്. നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം, നമ്മുടെ കുംഭസാരം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കുർബാന അർപ്പണങ്ങൾ, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ പ്രായശ്ചിത്തം, നമ്മുടെ എല്ലാം അതൊന്ന് കൊടുക്ക്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട്, നമ്മൾ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ വിലയുള്ള കാര്യങ്ങളല്ലേ? നമ്മുടെ സ്നേഹത്തെക്കാൾ നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും? മനുഷ്യരായ നമുക്ക് ദൈവത്തിന്, ഒടേ തമ്പുരാൻ എന്ത് കൊടുക്കാൻ പറ്റും? നമ്മൾ എത്ര കൊടുത്താലും തികയില്ല. എന്നാൽ നമ്മൾ ചോദിക്കുന്നത് നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത അനുഗ്രഹങ്ങളാണ്. അതിന് ഒരൊറ്റ ഈസ്റ്റർ മതി. പ്രിയ ദൈവവൈതലേ, ഈ ഒരു കാലഘട്ടം നന്നായിരിക്കട്ടെ. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി ഈസ്റ്ററായി ഈ കാലഘട്ടം മാറട്ടെ. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ. ഒരു നഷ്ടബോധം ഉണ്ടാകാതിരിക്കട്ടെ. ദൈവമേ, നഷ്ടപ്പെട്ടു പോയല്ലോ ഈസ്റ്റർ, 2026 ഈസ്റ്റർ നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല. ഈശോയെ, ഈ ഈസ്റ്റർ നിനക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ. ആമേൻ.